നമസ്കാരം. ഇറാനെതിരെ ഏത് നിമിഷവും ഒരു സൈനിക നീക്കത്തിന് അമേരിക്കൻ സൈന്യം തയ്യാറായിരിക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടെ ആക്രമണം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ വലിയ ആയുധ സന്നാഹങ്ങളും സൈനിക വിന്യാസവും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. സൈനികപരമായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഒമാൻ കടൽ തീരത്തിന് സമീപം നങ്കൂരമിട്ടിരിക്കുമ്പോൾ ആ കടലിന് മീതെ റഷ്യ ഇറാൻ സംയുക്ത സൈനികാഭ്യാസം നടന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും റഷ്യ നൽകുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മുന്നറിയിപ്പെല്ലാം അവഗണിച്ച് അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തുന്ന സൈനിക വിന്യാസം ലക്ഷ്യമിടുന്നത് എന്താണ്? പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധാന്തരീക്ഷം ലോകത്തിനാകെ ഭീഷണിയോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, സജിമോൻ ആന്റണി, ഫൊക്കാന പ്രസിഡന്റ്, ഒപ്പം ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സജിമോൻ ആന്റണി. ട്രംപ് എസ് പറഞ്ഞാൽ ഉടൻ യുദ്ധം എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ് താൻ എന്ന് വീമ്പ് പറയുന്ന ട്രംപ് യുദ്ധം തുടങ്ങുന്ന ആളായി മാറുന്നതാണോ കാണാൻ പോകുന്നത്? ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ മ്യൂട്ടാണെന്ന് തോന്നുന്നു. രേണുക, തീർച്ചയായിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഗ്ലോബൽ പീസ് മേക്കർ ഒരു ഫേസിൽ നിന്നും ഒരു വേൾഡ് വാർ മോങ്കർ ആണോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞതിന്റെ ആൻസർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബിൽഡപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബിൽഡപ്പ് ഉണ്ട്. എനിക്കറിയാൻ പറ്റുന്നത് ഇവിടെ നിന്നുള്ള വിവിധ മാധ്യമ ഏജൻസികളെ നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ നമ്മുടെ USS ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ റീഇൻഫോഴ്സിന് വേണ്ടിയിട്ട് അടുത്ത വലുത് എബ്രഹാം ലിങ്കൺ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം ഖത്തർ ബേസിൽ ഏകദേശം 16ഓളം പ്ലെയിനുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മീഡിയ റിപ്പോർട്ട്സിന് ഉദ്ധരിക്കുകയാണെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്ത് 29 ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 250-ലധികം കാർഗോ പ്ലെയിൻസ്, മിലിറ്ററി കാർഗോ പ്ലെയിൻസ് ആ റീജിയനിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനിലേക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ ഡിപ്ലോമസിയിലൂടെ ഈ ഒരു എന്താ പറഞ്ഞത് ഒരു ധാരണ നേടാം, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഡീലിനകത്ത് നേടാം. അത് ഉണ്ടായില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളൊരു സെക്കൻഡ് ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ, ഏത് സ്ട്രൈക്കിനും നേരെ കയറി അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരു വലിയൊരു ശക്തിയാണ്. അപ്പം ആ ഒരു സന്ദേഹവും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടിട്ട് ബിൽഡപ്പ് വേണ്ട പോലെ ചെയ്തതിന് ശേഷം, ബാക്കപ്പ് വേണ്ട പോലെ ചെയ്തതിന് ശേഷം എല്ലാം ഇപ്പം പ്രസിഡന്റ് ട്രംപിന്റെ കയ്യിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ ഒരു 4 ദിവസം മുമ്പത്തെ ട്രംപിന്റെ ടോൺ അല്ല അഡ്മിനിസ്ട്രേഷൻ ടോൺ നോക്കുകയാണെങ്കിൽ സമാധാനത്തിന്റെ പാതയിലേക്കാണ്, ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വേർഷനായിരുന്നു പല ആംഗിളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം അല്ലെ എക്സ്പെഷ്യലി ഇന്നലത്തെയൊക്കെ ടോൺ നോക്കുകയാണെങ്കിൽ അതിനൊരു വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു ടോണിന്റെ വ്യത്യാസം ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റ് 2-3 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിസിറ്റിന് ശേഷം എനിക്ക് തോന്നുന്നത് ന്യൂക്ലിയർ ഡീല് മാത്രം പോരാ, ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിലും ഒരു ഡീല് വേണം എന്നുള്ള കാര്യത്തിലൂടെ വാശിയുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഏതായാലും സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ തീർച്ചയായുമാണ്. അമേരിക്ക അതിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായുമാണ്. ആ റീജിയനിലേക്ക് ഉള്ള ഒരു വലിയൊരു ബൂസ്റ്റ് ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ യൂണിയനിലും അതായത് മൊത്തത്തിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ശരി, ഒരു യുദ്ധത്തിനുള്ള എല്ലാ ബിൽഡപ്പും നടക്കുന്നു എന്നതാണ് സജിമോൻ ആന്റണി അമേരിക്കയിൽ ഇരുന്ന് ഇതിനെ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, വെനസ്വേലയിലേക്ക് ഈ വിധത്തിലുള്ള വലിയ സൈനിക വിന്യാസം നമ്മൾ കണ്ടതാണ്. അത് ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ വലിയൊരു അട്ടിമറിയാണ് അവിടെ പിന്നീട് നമ്മൾ കാണുന്നത്. സമാനമാണോ ഇപ്പോഴത്തെ സാഹചര്യം? എന്തിനുള്ള നീക്കം എന്ന് താങ്കൾ കരുതുന്നു? ഒരു വലിയ ആക്രമണത്തിനുള്ള അമേരിക്കൻ തയ്യാറെടുപ്പാണോ, സമ്മർദ്ദ തന്ത്രമാണോ, അതോ അട്ടിമറി നീക്കമാണോ? എന്താണ് താങ്കൾ സംശയിക്കുന്നത്? ഇല്ല, വെനിസ്വേല നടത്തിയ പോലൊരു ഓപ്പറേഷൻ ഇവിടെ നടത്തുക നിയർലി ഇമ്പോസിബിൾ ആണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ജിയോഗ്രഫിക്കലി, പോപ്പുലേഷൻ വൈസ് ഒക്കെ തന്നെ ഇപ്പൊ ഇറാന്റെ വെനിസ്വേലയുടെ 2 ഇരട്ടി സൈസ് 3 ഇരട്ടി പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഒന്നാമത്തെ കാര്യം. 2,
വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം മഡൂറോ എന്ന് പറഞ്ഞ ഒറ്റയാളെ നീക്കിയത് കൊണ്ട് അമേരിക്കയ്ക്ക് പല കാര്യങ്ങളും അവിടെ പോളിസി മേക്കിങ്ങിൽ ഉൾപ്പെടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇറാന്റെ കേസിൽ അങ്ങനെ അല്ല. ഇറാനിൽ ഒരു സുപ്രീം ലീഡർ മാത്രമല്ല, ഇഷ്ടം പോലെ ഇപ്പൊ എക്സ്പേർട്ട് കൗൺസിൽ, അസംബ്ലി കൗൺസിൽ, IRGC, അവരുടെ മിലിറ്ററി, ഇതെല്ലാം കടന്നുകൂടി ഈ ഒരു ഓപ്പറേഷൻ നടത്തുക അത്ര എളുപ്പമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിന് നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് ഈ നീക്കങ്ങളെയും വേണേ കാണാം. കാരണം യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഇരു കൂട്ടരും കാണിക്കുന്നത് അടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അമേരിക്കയും, അടിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാനും കാണിക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകണമെന്നില്ല. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് വലുതായിരിക്കുമെന്ന് ഇറാൻ പറയുന്നത് ഒരുപക്ഷെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ ലോകത്തെ മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകാം, ചെറിയ രീതിയിലെങ്കിലും, ഡയറക്റ്റ് യുദ്ധമല്ലെങ്കിലും. പക്ഷെ ഇതിൻ്റെ അകത്ത് അമേരിക്കയുടെ അകത്ത് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യുക്രൈന്റെ കേസിൽ സംഭവിച്ച പോലെ ഒന്നും ഇറാനെ സംരക്ഷിക്കാനായിട്ട് ആര് വരും എന്നൊരു ചോദ്യമുണ്ട്. റഷ്യയും ചൈനയും ഒക്കെ പറയുന്നു, പക്ഷെ ഒരിക്കലും മിലിറ്ററി ഇൻവോൾവ്മെന്റ് അവരുടെ ഒന്നും കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇപ്പൊ ഇറാൻ ഒറ്റയ്ക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ ട്രംപ് ഈ പറഞ്ഞ നെഗോഷിയേഷൻസ് കൂടാതെ ഒരു കാര്യം കൂടെ അദ്ദേഹവും ബെഞ്ചമിൻ നെതന്യാഹുവും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം ഇരു കൂട്ടർക്കും ഈ നവംബർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു ഡേറ്റ് ആണ്. 2026 നവംബറിലാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ടേം ഇലക്ഷൻസ് നടക്കാൻ പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പോലും അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ്സ് പുറത്തു വന്നു. അപ്പൊ 40% താഴെയാണ് അദ്ദേഹത്തിന്റെ അപ്രൂവൽ. അതുകൂടാതെ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതിന്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ട്. എക്കോണമി പഴയ രീതിയിൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷനിലെ പോലെ നല്ല രീതിയിൽ എക്കോണമി പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മിഡ് ടേം ഇലക്ഷൻസ് ഏകദേശം തന്നെ കോൺഗ്രസും ഹൗസും സെനറ്റും ഒക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സ്ഥിതിയിലാണ് റിപ്പബ്ലിക്കൻസ് നിൽക്കുന്നത്. നെതന്യാഹു ആട്ടെ 2026 നവംബറിൽ ഇസ്രായേലിൽ ഇലക്ഷൻ വരുന്നു, അദ്ദേഹത്തിന്റെ കാര്യവും പരിഗണനയിലാണ്. സോ അങ്ങനെ നിൽക്കുമ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു റെജീം ചേഞ്ച് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഇപ്പോഴാണ്. കാരണം എത്ര വൈകുന്നോ അത്രയധികം ഇലക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് അത് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നു. അതിനാകാം ഒരുപക്ഷെ ഇത്രയും പ്രഷർ ചെലുത്തുന്നത്, ഇത്രയും വലിയ നെഗോഷിയേഷൻ ടൂൾസ് മുന്നോട്ട് വെക്കുന്നത്. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചിരിക്കുമെന്ന് അമേരിക്ക പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. എന്തായാലും റിപ്പർക്കഷൻ, അതായത് വലിയ രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിനെയും മാത്രമല്ല നമ്മളെ ഉൾപ്പെടെ അത് ബാധിക്കും. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ കഴിഞ്ഞ ദിവസം മിലിറ്ററി എക്സസൈസസ് നടത്തുന്ന വഴിയും തടയുന്നത് വഴി ഇറാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ലോകത്തിലെ 20% ഓയിൽ ട്രേഡ് നടക്കുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ്. അപ്പം നമ്മുടെ ഉൾപ്പെടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പം റുപ്പിയുടെ കേസ് പരിങ്ങലിലാണ് ഒരുപാട് ഇടിവ് വന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ 6 മുതൽ 7 രൂപ അടുത്ത് US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താന്നു നിൽക്കുന്നു. പക്ഷെ അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഇന്ന് അറിയാത്തത് ഓയിലിൽ വലിയ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരാത്തത് കൊണ്ടാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ, ഓയിൽ ട്രേഡിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് വിഷ് ചെയ്യുന്നത്. യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ അതല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു ആക്രമണം, ഒരു സൈനിക നടപടി ആസന്നമാണ് എന്ന് തന്നെ കരുതേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടോ? നമുക്കറിയാം, അധിക സമയമൊന്നും ആയിട്ടില്ല ഇറാനിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തിയിട്ട്. അവരുടെ ആണവ നിലയം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണമാണ്. അതൊരു സന്ദേശമായിരുന്നു. അതിന് പിന്നാലെ വലിയ ഗ്യാപ്പ് ഒന്നുമില്ലാണ്ട് വീണ്ടും ആ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു യുദ്ധ സന്നാഹം ഒരുങ്ങിയിരിക്കുന്നു. നേരത്തെ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ അമേരിക്ക ഇതിനോട് തന്നെ സമാനമായ നിലയിൽ യുദ്ധം വരുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിരുന്നു. ട്രംപ് നിരവധി തവണ വോൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? രേണുക, കേവലം 7 മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അമേരിക്ക ഇറാൻ്റെ മേൽ ആക്രമണം നടത്തിയിട്ട്. 3 ആണവ നിലയങ്ങൾ, ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നഥാൻസിലെയും ഒക്കെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ബോംബ് ചെയ്തത് ജൂൺ 2025. അപ്പോൾ അതിനുള്ളിൽ തന്നെ മറ്റൊരു ആക്രമണത്തിന്, ഒരു സ്വാഭാവിക ആക്രമണം മാത്രമാണ്, ഇസ്രയേലുമായുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിൽ ദ ഗ്രാൻഡ് ഫിനാലെ അമേരിക്ക കുട്ടിക്കലാശം നടത്തി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, വലിയൊരു ബിൽഡപ്പാണ്. ഒരു വശത്ത് തകൃതിയായ സമാധാന നീക്കങ്ങൾ, അത് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലും നടക്കുന്നു. അതേപോലെ സമാന്തരമായിട്ട് തന്നെ ഇരുഭാഗങ്ങളും സമാന്തരമായ ചർച്ചകൾക്ക് പാരലായി തന്നെ മറ്റൊരു ട്രാക്കിലൂടെ യുദ്ധ ഒരുക്കങ്ങൾ, അത് ഇറാനും അമേരിക്കയും ഒട്ടും മോശമാക്കുന്നില്ല എന്നതാണ്. നോക്കൂ, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അമേരിക്കയുടെ 2 വലിയ ബാറ്റിൽ ഷിപ്സാണ്. ഒന്ന് USS എബ്രഹാം ലിങ്കൺ, ഏതാണ്ട് 75 മുതൽ 90 വരെ വിമാനങ്ങൾ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള USS എബ്രഹാം ലിങ്കൺ ഇറാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 700ഓളം കിലോമീറ്റർ തെക്ക് ഒമാൻ
കടലിൽ അല്ലെങ്കിൽ ഒമാൻ്റെ തീരത്തോട് അടുത്ത് നിലകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ഡിസ്ട്രോയർ ഷിപ്സ് 7ഓളം ഡിസ്ട്രോയർ ഷിപ്സ് ചുറ്റുപാടുമുണ്ട്. മൊത്തം 13 കപ്പലുകളാണ് ആ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടേതായി ഉള്ളത്. അത് നാവിക ഒരു വിന്യാസമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കരീബിയൻ കടലിൽ നിന്നും അറ്റ്ലാന്റിക് കടന്നുകൊണ്ട് മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് നീങ്ങുന്ന വൻപൻ കപ്പൽ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ അമേരിക്കയുടെ USS ജെറാൾഡ് ഫോർഡ്, അത് ഏതാണ്ട് സമാനമായ നമ്പർ എയർക്രാഫ്റ്റ് 70-80 എയർക്രാഫ്റ്റ് വഹിക്കാൻ കഴിയുന്ന വൻ പ്രഹരശേഷിയുള്ള കപ്പലാണ്. അതുകൊണ്ട് ഓപ്ഷൻസ് ആർ മെനി ഫോർ അമേരിക്ക. അതായത് കരയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കാൻ കഴിയുന്നില്ല, ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല എങ്കിൽ കടലിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനമായ ഒബ്ജക്റ്റുകളെല്ലാം തന്നെ തകർക്കാനുള്ള ഒരു ബിൽഡപ്പാണ്. ഇതൊരു കേവലം ബിൽഡപ്പ് മാത്രമാണ്. ആക്രമിക്കും എന്നതിൻ്റെ നേരിട്ടുള്ള ഒരു സൂചനയും അമേരിക്കൻ നേതൃത്വം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഇറാനും അതേ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അത് മാത്രമല്ല സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുക വഴി ലോകത്തിൻ്റെ എണ്ണ വിതരണം തന്നെ ചോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉദാഹരണ സഹിതം 2 ദിവസം മുമ്പ് അതൊരു എക്സസൈസിലൂടെ അത് അടയ്ക്കുന്നൊരു കാഴ്ച കണ്ടു. അത് മാത്രമല്ല ജോയിൻറ്റ് നേവൽ എക്സസൈസ്, റഷ്യൻസ് ആൻഡ് ഇറാനിയൻസ് ഒത്തുചേർന്ന് ഒമാൻ കടലിടുകിൽ ജോയിൻറ്റ് നേവൽ എക്സസൈസ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ പ്ലെയേഴ്സിനെ, ചൈനയോ റഷ്യ പോലെയുള്ള കൂടുതൽ ആക്ടേഴ്സിനെ, പ്ലെയേഴ്സിനെ രംഗത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഇറാനെ കാണുന്നു. അപ്പോൾ 2 വശത്തും ഇത് ചെയ്യുമ്പോൾ അതുമാത്രമല്ല ഇറാൻ്റെ ആവശ്യം ഒന്നേ ഉള്ളൂ. അതായത് ഇറാന് നേരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, അത് മയപ്പെടുത്തുക. പക്ഷേ അമേരിക്കയ്ക്ക് പ്രഖ്യാപിതമായ ഒരു ഒബ്ജക്റ്റീവും അപ്രഖ്യാപിതമായ 2 ഒബ്ജക്റ്റീവുമുണ്ട്. ആ ഒബ്ജക്റ്റീവിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരികയാണ്. അതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനത്തിന് ശേഷം കുറച്ചുകൂടി കടുപ്പിക്കുന്ന അമേരിക്കയെ കാണുന്നത്. അതുകൊണ്ട് റെജീം ചേഞ്ച് ആത്യന്തികമായി ആയത്തുള്ള അലി ഖൊമൈനി നയിക്കുന്ന ഭരണകൂടം മാറിയേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇറാനിലൊരു പുതിയ യുഗം പിറവി വരൂ. എങ്കിൽ മാത്രമേ ഇറാനുമായി ഡീൽ ചെയ്യാനാവൂ എന്നൊരു അമേരിക്കൻ ഒരു കാഴ്ചപ്പാട് കൂടുതൽ പ്രബലമായി വരുന്നു. അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ ശേഖരം, ഒരു റെജീം ചേഞ്ച് വന്നാൽ സ്വാഭാവികമായി മിസൈൽ ശേഖരം കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് മിസൈൽ ശേഖരം കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുക, റെജീം ചേഞ്ച് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സീറോ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, യുറേനിയം എൻറിച്ച്മെൻറ്റ് 3.6% ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി മുൻ കരാറിൽ 2015 കരാറനുസരിച്ച്, ഒബാമയുടെ കാലഘട്ടത്തിലെ കരാറനുസരിച്ച് ആ ഒരു ലെവലിൽ സമ്പുഷ്ടീകരണം അനുവദനീയമാണ്. പക്ഷേ അതിനേക്കാൾ വളരെ മുന്നോട്ട് പോയി ഇറാൻ 60%, അത് വെപ്പൺ ഗ്രേഡിന് തൊട്ട് താഴെയാണ്, 60% യുറേനിയം U-235 സമ്പുഷ്ടീകരിക്കുമ്പോൾ അത് ത്രഷ് ഹോൾഡ് പവറായി മാറുന്നു. അതുകൊണ്ട് ഇറാൻ 90% അതിനും മുകളിലേക്ക് സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ ആണവായുധം വെപ്പൺ ഗ്രേഡ് ആയി കഴിഞ്ഞു. പിന്നീട് ഒരു യുദ്ധം കൊണ്ട് ആക്രമിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നൗ ഓർ നെവർ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2 വശത്തെയും പ്രിഫറൻസസ് അതുപോലെ നിൽക്കുന്നു. നെഗോസിയേഷൻ ഫ്രെയിംവർക്കായി എന്ന് പറയുന്നു, ഒബ്ജക്റ്റീവ്സും ഫ്രെയിംവർക്കുമായി എന്ന് പറയുന്നു. പക്ഷേ ആ ഫ്രെയിംവർക്കിൽ ഒരു എഗ്രിമെൻറ്റും ആയതായി ഇതുവരെ സൂചനയില്ല 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷവും. ശരി, ശ്രീ ജോസഫ് ആന്റണി, ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എങ്കിൽ പോലും ജനീവയിൽ നടന്ന ചർച്ചകൾ പോസിറ്റീവായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം തുടർ ചർച്ചകൾക്കുള്ള വഴി ഇട്ടുകൊണ്ടാണ് ആ ചർച്ചകൾ അവസാനിച്ചത്. അമേരിക്കയുടെ പിടിവാശിക്ക് അനുസരിച്ച് കാര്യങ്ങൾ എത്തിയില്ല എന്നൊരു വസ്തുതയുണ്ട് എങ്കിൽ പോലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നിരിക്കെ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് താങ്കൾ കരുതുന്നു? അതിന് പിന്നിൽ ഇസ്രായേലിന്റെ വലിയ സമ്മർദ്ദം ഉണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരമൊരു സമ്മർദ്ദം ഈ രീതിയിൽ ഒരു സൈനിക വിന്യാസത്തിലേക്കും യുദ്ധസന്നാഹമൊരുക്കുന്നതിലേക്കും ട്രംപിനെ നയിക്കുന്നുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? രേണുക, നമ്മൾ വളരെ കോൺട്രഡിക്ഷൻ എന്ന് തോന്നാവുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ കാരണം ഈ ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ബോർഡ് ഓഫ് പീസ്, സമാധാനത്തിനുള്ള ബോർഡ് ഇന്ന് സമ്മേളനം നടക്കുക. പശ്ചിമേഷ്യയിൽ എന്താണ് ഈ ഒരിക്കലും ഇനി സംഘർഷം ഉണ്ടാകത്തില്ല, ഞാൻ നിശ്ചയമായും സമാധാനം കൊണ്ടുവരും എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും സ്വന്തമായിട്ടൊരു സംഘടന രൂപീകരിക്കുകയും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളെ നോക്കുകുത്തികളായിട്ട് നിർത്തിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന ട്രംപ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള മീറ്റിംഗ് ഇന്ന് നടക്കുക. കൂടുതലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് അതിനകത്ത്.
അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് എന്താ, നമ്മൾ ലോകം എന്ന് ചർച്ച ചെയ്യുന്നത് എന്താ, അടുത്ത യുദ്ധം ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ട്രംപ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ, ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് പറയുന്ന ബ്രിങ്ക്മാൻ ഡിപ്ലോമസി എന്ന് പറയുന്നത്, ബ്രിങ്ക്മാൻഷിപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ശത്രുവിന്റെ ചുറ്റും വളച്ചു വെച്ചുകൊണ്ട്, ശത്രുവിനെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആക്രമിക്കും, നിങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ആക്രമിക്കും എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ബ്രിങ്ക്മാൻഷിപ്പ് പോളിസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പോളിസി നമുക്ക് അതിന്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രയോഗം നമുക്ക് ഈ രംഗത്ത് കാണാൻ കഴിയും. USS എബ്രഹാം ലിങ്കൺ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡ് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിമാനവാഹിനി കപ്പൽ, കാർഗോ പിന്നെ ഷിപ്പുകൾ, അങ്ങനെയുള്ള പലതും വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തവിടുപൊടിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളെല്ലാം ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിലും ഒമാൻ കടലിടുക്കിലും അറേബ്യൻ കടലിടുക്കിലും അതുപോലെ തന്നെ അതിന്റെ ചുറ്റുമുള്ള പശ്ചിമേഷ്യയിലെ അവരുടെ താവളങ്ങളിലെല്ലാം സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇറാൻ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ഒരു ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു ശത്രുതയില്ല. അമേരിക്ക ഇറാൻ ഒരു വെല്ലുവിളിയല്ല, വെനസ്വേല അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയല്ല എന്ന് പറയുന്നത് പോലെ പിന്നെ എന്തിനാണ് ഈ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് ഈ സമയം, അദ്ദേഹത്തിന്റെ വിലയേറിയ സമയമെല്ലാം ചെലവഴിച്ചുകൊണ്ട് ഇറാനെതിരെ ഈ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, അദ്ദേഹം ജനുവരി മാസം അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്ത് വല്ല സമാധാനമുണ്ടോ? ലോകത്തിൽ ജനങ്ങൾ വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരുപാട് സ്വർണം പോയി വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസി കാരണം അതല്ലേ ഈ അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ലോകത്തൊട്ടാകെ സാമ്പത്തിക അരാജകാവസ്ഥ അഴിച്ചുവിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്റ്റിൽ നിന്നും ലോകം ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ പിന്നെ ലോകരാജ്യങ്ങളൊന്നും ഇപ്പോഴും കരകയറിയിട്ടില്ല. അതിന്റെ പ്രതിസന്ധി അനുഭവിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. അതിനുശേഷം ഇപ്പൊ ജനുവരി മാസം 3-ാം തീയതി വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കടന്നു കയറി അദ്ദേഹത്തിന്റെ ഭാര്യയും പിടിച്ചോണ്ട്. എന്തിനാ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുന്നത്? പിന്നെ നാർക്കോ ടെററിസം എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചോണ്ട്. അതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? ഈ നിമിഷം വരെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി നമുക്കിന്നിപ്പം പിന്നെ ഫെബ്രുവരി മാസം പിന്നെ 18-19 തീയതി ആവുന്നു. വല്ല തെളിവുകളും ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടോ ഇദ്ദേഹം നാർക്കോ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞു? അപ്പൊ ഈ എന്തെങ്കിലും തൊഴിൽന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്ത് അരാജകാവസ്ഥ സൃഷ്ടിക്കുകയും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെനസ്വേലയുടെ എണ്ണ മുഴുക്കെ അവരുടെ കയ്യിലായി. അതുകൊണ്ട് ഇപ്പൊ ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്ക എതിർക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവരെയൊക്കെ പ്രതിസന്ധിയിലാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇറാനെതിരെ ഇപ്പോൾ ആക്രമണം നടത്താനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം, അമേരിക്കയുടെ സുഹൃത്തായ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം പശ്ചിമേഷ്യയിൽ ഇറാനാണ്. ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഇപ്പം പിന്നെ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇവര് പിന്നെ ശരിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി അവരുടെ ഈ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരേ ഒരു രാജ്യം ഇറാനാണ്. അത് മാത്രമാണ് അവരുടെ പ്രശ്നം, അല്ലാതെ വേറൊരു പ്രശ്നവും അമേരിക്കയുടെ മുന്നിലില്ല. അപ്പൊ അതുകൊണ്ട് ഏത് വിധേനയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി ഇല്ലാതാക്കുക, തകർക്കുക എന്ന് പറയുന്ന ഈ എല്ലാ അന്തർദേശീയ നിയമങ്ങളെ ലംഘിക്കുന്ന നയമാണ് അമേരിക്ക പിന്തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രമാണ്, അല്ലാതെ ഇതിന്റെ പിന്നിൽ യാതൊരുവിധ ഈ ശരിയായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്തർദേശീയ പ്രശ്നങ്ങളുടെ പേരിലല്ല. അതായത് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന തരത്തിൽ ഇറാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കണം എന്ന് പറയുന്ന വളരെ അപകടകരമായി ഒരു എന്താണ് പറയുന്നത്, ഇന്റർനാഷണൽ പിന്നെ റൗഡി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനമായിട്ട് മാത്രമേ ഇറാനെതിരായിട്ടുള്ള അമേരിക്കൻ നടപടി നമുക്ക് കാണാൻ കഴിയൂ. ശരി, ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ അതോ അതേസമയം ഇതൊരു ആക്രമണത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക അപ്പോഴും നിലനിൽക്കുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് നിർമ്മൽ എബ്രഹാമിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അദ്ദേഹത്തിന് 7:30 വരെ നമുക്കൊപ്പം ചെലവഴിക്കാനാകൂ, അതുകൊണ്ടാണ്. നിർമ്മൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇറാൻ ഒറ്റയ്ക്കാകുന്ന ഒരു സാഹചര്യം താങ്കളുടെ ആദ്യ ടേണിൽ ചൂണ്ടിക്കാട്ടി. പക്ഷേ നോക്കൂ, ഒമാൻ കടലിന് മുകളിൽ റഷ്യ ഇറാൻ സംയുക്ത നാവികാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപത്ത് USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ വരെ സജ്ജമായി നിൽക്കുമ്പോൾ ആ സമയത്താണ് നേരത്തെ നിശ്ചയിച്ചതെങ്കിൽ പോലും ഇപ്പോൾ ഈ സംയുക്ത അഭ്യാസം നടക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുകയാണ് എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വലുതായിരിക്കുമെന്നൊരു ഭീഷണി റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് സെർജി ലാവ്റോവ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കാഴ്ചക്കാരായി മറ്റു രാഷ്ട്രങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇറാൻ പാടെ ഒറ്റയ്ക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ?
ഇല്ല, റഷ്യയും ചൈനയും ഇത് പറയാനുള്ള ഒരു കാരണം, ഒന്ന്, റഷ്യ ഈ അടുത്ത് തന്നെ മുമ്പും ഇറാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ടൈസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് അവർ ഒപ്പുവെച്ചു. അതിനകത്ത് പല കാര്യങ്ങളും ഇറാനുമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യും എന്ന് പറയുന്നു. ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഈ റജീമിന് എന്തെങ്കിലും സംഭവിച്ചാൽ, റഷ്യ ഈ പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ്സ് കിട്ടാതാകും എന്നുള്ള ഒരു കാര്യം. പക്ഷെ ആ പാക്റ്റിന്റെ അകത്ത് ഒരിക്കലും പറയുന്നില്ല മിലിറ്ററിലി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ നേറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നത് പോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മിലിറ്ററി സപ്പോർട്ടുമായി പുറത്തിറങ്ങുന്ന ആ പാക്റ്റിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് അഭ്യാസങ്ങളായിട്ട് നിൽക്കും. ചൈനയ്ക്കും ഇത് തന്നെ നല്ല ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. മാത്രമല്ല ഇത്രയും നാളും ഇറാൻ സർവൈവ് ചെയ്ത്, ഈ സാങ്ഷൻസ് ഒക്കെ കിട്ടിയപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് ക്രിങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു അലയൻസ് ഉണ്ട്. ക്രിങ്കിന്റെ സി ചൈനയാണ്, ആർ റഷ്യയാണ്, ഐ ഇറാനാണ്, NK നോർത്ത് കൊറിയയാണ്. ഈ 4 രാജ്യങ്ങൾ, അതായത് അമേരിക്ക പണ്ട് മുതലേ സാങ്ഷൻ കൊടുത്ത് ഒതുക്കി വെക്കുന്ന 4 രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷനാണ് അവരെ വളർത്തുന്നതും അവരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നതും. ആ ക്രിങ്ക് അലയൻസിന് മൊത്തം ഇറാൻ ഈ റജീമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും മിലിറ്ററി ഇൻവോൾവ്മെന്റ്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരെ ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെന്റിന് മുതിരും എന്ന് തോന്നുന്നില്ല. പക്ഷെ അമേരിക്കയുടെ ഓവർ കോൺഫിഡൻസ് ഇവിടെ ഉള്ളത് തെറ്റാന്ന് വേണം പറയാം. കാരണം അമേരിക്കയിൽ ഒരു റിപ്പബ്ലിക്കൻ പറയുന്നത് കേട്ടതാണ്, അതായത് ഞങ്ങൾ ഇതുവരെ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ എന്തെങ്കിലും ചെയ്തോ, 2020 കാസിം സുലൈമാനിയെ കൊന്നപ്പോൾ 5 ദിവസത്തിന് ശേഷം ഞങ്ങളെ വിളിച്ച് ഇൻഡിക്കേഷൻ തന്നതിന് ശേഷം അവർ ഇറാഖിലെ ഒരു എയർബേസ് അറ്റാക്ക് ചെയ്തു ഞങ്ങളോട് പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഈ ന്യൂക്ലിയർ കപ്പാസിറ്റി എല്ലാം അടിച്ചു തകർത്ത സമയത്തും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് ഖത്തറിലെ എയർബേസ് അറ്റാക്ക് ചെയ്തു. അല്ല, ഇതൊക്കെ സിംബോളിക്കാണ്, അതിനപ്പുറം ഒന്നും ഇറാൻ ചെയ്യാൻ പോകുന്നില്ല എന്നൊരു തെറ്റായ ധാരണ അമേരിക്കയ്ക്കുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ റജീമാണ് എല്ലാം. കാരണം അവർക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെക്കാളും വലുതാണ് റജീം. അതുകൊണ്ടാണ് നേരത്തെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ IRGC അവരുടെ മിലിറ്ററിയെക്കാളും അവര് പ്രാധാന്യം കൊടുക്കുന്ന IRGC ആണ്. ആ IRGC പ്രാധാന്യം കൊടുക്കുന്ന റജീമിനാണ്, ജനങ്ങൾക്കല്ല. അപ്പൊ അതാണ് ഒരു കാര്യം. 2, അമേരിക്ക ഇതിനെ ഇറങ്ങുന്നത് തെറ്റാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം, ഇപ്പം ഇറാൻ അകത്തും പുറത്തും നടക്കുന്ന ഏത് സർവേ പരിശോധിച്ച് നോക്കിയാലും നമുക്കറിയാം ഇറാനിലെ നിലവിലുള്ള ജനങ്ങളിലെ 70 മുതൽ 90% ആളുകൾ പറയുന്നത് ഈ റെജീം വേണ്ട, ഞങ്ങൾക്ക് ഇതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും മാത്രമുള്ളത്. ഫാക്ട്സ് സഹിതം പറയുന്നുണ്ട്. പഴയ റെജീമിൽ 9% ഇറാന്റെ എക്കണോമിക് ഗ്രോത്ത്. ഇന്ന് 0.3% എക്കണോമിക് ഗ്രോത്ത് ഇറാനുള്ളൂ. ഇൻഫ്ലേഷൻ 50% നിൽക്കുന്നു. അൺഎംപ്ലോയ്മെന്റ് 6% എന്നുള്ള ഹെൽത്തി അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ നിന്ന് ഇറാൻ ഇപ്പോൾ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് 30% നിൽക്കുന്നു. കറൻസിയുടെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്. 12 ലക്ഷം ഇറാനിയൻ റിയാൽ കൊടുക്കുന്ന US ഡോളർ കിട്ടണമെങ്കിൽ അങ്ങനെ കുത്തി നിൽക്കുന്നു. സോ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് എക്കണോമിക് ഫ്രണ്ട് മാത്രമാണ്. ഇനി ഫ്രീഡം ഫ്രണ്ട് എടുത്ത് നോക്കിയോ, ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇറാൻ വളരെ വളരെ പുറകിലാണ്. മുന്നിൽ നിൽക്കുന്ന ഇൻഡെക്സ് ഏതാണെന്ന് അറിയും, മിസറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ജനങ്ങൾ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് കാണിക്കുന്ന ഇൻഡെക്സ് ആണ് മിസറി ഇൻഡെക്സ്. അതിലൊക്കെ ടോപ്പ് 5-ലുണ്ട്. പക്ഷെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിലോ സിവിൽ റൈറ്റ്സ് ഇൻഡെക്സിലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനം അനുഭവിക്കുന്നുണ്ട്. ആഭ്യന്തരമായി നല്ല സാഹചര്യം അല്ല. ആ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കൂടി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വേഴ്സ്റ്റ് ആവത്തില്ലേ അവിടുത്തെ സിറ്റുവേഷൻ? തീർച്ചയായിട്ടും ആകും. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അൺഫോർച്ചുനേറ്റ്ലി റെജീം ചേഞ്ച് ആണ്. റെജീം ആഗ്രഹിക്കുന്ന യുദ്ധമാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അതൊരു പ്രശ്നമല്ല. കാരണം അവർ നോക്കുന്ന അവിടുത്തെ ജനങ്ങളെ, അവര് ഇറാന്റെ റെജീം എത്രത്തോളം വില കൊടുക്കുന്നു അത്ര പോലും വില അമേരിക്ക കൊടുക്കുന്നില്ല. മാത്രമല്ല, നേരത്തെ ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്ത് വേണമോ മിഡിൽ ഈസ്റ്റിൽ അത് തന്നെയാണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനെ തടഞ്ഞു നിർത്തേണ്ട അന്താരാഷ്ട്ര ഏജൻസീസ് ഒന്നും പവർഫുള്ളേ അല്ല. നമ്മളൊന്നും ഒരു ചർച്ചകൾ പോലും ഇപ്പൊ UN എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് എത്ര ചർച്ചകൾ കഴിഞ്ഞു. അപ്പോൾ യൂസ്ലെസ് ആയി നിൽക്കുന്ന അങ്ങനത്തെ സംഘടനകൾ ഉള്ളതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇതിന്റെ യൂസ് അഡ്വാൻറ്റേജ് എടുക്കുന്ന അമേരിക്ക മാത്രമല്ല, റഷ്യയും ചൈനയും ഒക്കെ ഇതേ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയി പോയതാണ് ഏറ്റവും വലിയൊരു ഫെയിലിയർ. ശരി, ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള വലിയ ഒരു സൈനിക വിന്യാസമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് യുദ്ധത്തിലേക്ക് തന്നെ ഈ ആഴ്ച അവസാനത്തേക്ക് പോകും എന്ന സാഹചര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിനുള്ള സാധ്യതകളെല്ലാം നിൽക്കുന്നുമുണ്ട്. പക്ഷേ എന്താണ് ഇറാഖ് അധിനിവേശത്തെക്കുറിച്ചുണ്ടായിരുന്ന ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ എന്നത് നമുക്ക് മുന്നിലുണ്ടല്ലോ. ഈ അധിനിവേശങ്ങൾ അമേരിക്കയ്ക്കുണ്ടാക്കിയിട്ടുള്ള നഷ്ടം എത്രയാണ് എന്നത് അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന വ്യക്തി കൂടിയാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ സൈന്യത്തെ പിന്തിരിപ്പിക്കാനും അതിന് നടപടിയെടുക്കാനും നിന്ന വ്യക്തി തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഈ രീതിയിലൊരു യുദ്ധത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്ന ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം? എപ്പോഴും വൈരുദ്ധ്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഈ നീക്കം തന്നെ മാറുകയാണോ?
രേണുക, ചെറിയൊരു കറക്ഷനോട് പറഞ്ഞോട്ടെ. ഈ വീക്കെൻഡോട് കൂടി യുദ്ധത്തിലേക്ക് പോകും എന്നത് പറയുന്നതിന് അപ്പുറം അതിനേക്കാളും നല്ലത് എനിക്കൊന്ന് പോയേക്കാം എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത് ഈ വെള്ളിയാഴ്ച അല്ലെ ശനിയാഴ്ച ഞായറാഴ്ച യുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി അത് ഹൈ ലെവലാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു അമേരിക്കൻ ആക്ഷൻ ഇങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന് ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സൈനികപരമായി സാമ്പത്തികപരമായി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ. കാരണം കഴിഞ്ഞ 2-3 വർഷം, കഴിഞ്ഞ 1970 ശേഷം സത്യം പറഞ്ഞാൽ ഇറാന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 200 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ അവർ ഒരിക്കലും ഒരു അഗ്രസർ ആയിട്ട് വന്നിട്ടില്ല. എന്നാൽ എന്തുമാത്രം അഗ്രസർ ആയിട്ട് വന്നിട്ടില്ലയോ അതേപോലെ തന്നെ അല്ലെ അതിലും കൂടുതലായിട്ട് ഒരു പ്രോക്സി വാർ ലീഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലായിരുന്നു ഇറാന്റെ റെജീം, എക്സ്പെഷ്യലി ഈ 1970s ശേഷമുള്ള ഈ ഒരു റെജീം വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന്റെ റിഫ്ലക്ഷനാണ് മുമ്പേ നിർമ്മല പറഞ്ഞു മുടക്കി തന്നെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സ്ഥലത്തിൽ ഇപ്പം ജോസഫ് സാർക്ക് പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഒരു ആംഗിളിൽ പറയാൻ പറ്റും, ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഡൊണാൾഡ് ട്രംപ് ആണ് അല്ല അമേരിക്കയാണ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഈക്വലി നമ്മൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അപ്പൊ ഇതില്ലാണ്ട് ക്യൂബയിലും വെനീസുവയിലും ഇറാനിലും സിറിയയിലും എല്ലാം തേനും പാലും ഒഴുകുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് വെനീസുവലയിൽ ഈ അമേരിക്കൻ ഉപരോധം മറികടന്നുകൊണ്ടാണ് ആ രാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഉപരോധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ ഏതൊക്കെ തരത്തിൽ പിടിച്ചു കെട്ടും. ഇവിടെ നമ്മുടെ രാജ്യത്ത് താരിഫ് നിരക്കൊന്ന് ഉയർന്നപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കോംപ്രമൈസുകൾ വേണ്ടി വന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായി ഉപരോധമൊക്കെ നേരിടുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അത്രമാത്രം അവരുടെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് അവരുടെ രാജ്യത്തെ നയിക്കും. ജോസഫ് ആന്റണി കൂടി ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാട്ടിക്കോട്ടെ. വെനസ്വേലയെ കുറിച്ചും പിന്നെ ക്യൂബയെ കുറിച്ചും സിറിയയെ കുറിച്ചും അല്ലെങ്കിൽ ഇറാനെ കുറിച്ചൊക്കെ ഇവിടെ അദ്ദേഹം പറഞ്ഞു. നമ്മൾ കാണേണ്ട കാര്യം ആരാണ് ഈ വെനസ്വേല ഒറ്റ കാര്യം ക്യൂബയെ ഈ പരുവത്തിലാക്കിയത് ആരാണ്? ഈ ഇറാന്റെ സമ്പത്ത് 1953 വരെ ഇറാൻ ആരെ ആക്രമിക്കാൻ പോരുന്നില്ല. 1953 അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദക്ക് എന്ന് പറയുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദക്ക് എന്ന് പറയുന്ന ആളിനെ അട്ടിമറിച്ചത് CIA-യും MI6 ആണെന്ന് സജിമോൻ സാറിന് അറിയാം. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ഏകാധിപത്യമായിട്ടുള്ള ഇപ്പോഴത്തെ മുഹമ്മദ് റസാ പൗലവിയുടെ മോന്റെ അപ്പനെ കൊണ്ടുവന്ന് അവിടെ ഏകാധിപത്യ ഭരണം തുടങ്ങിയതിനു ശേഷമല്ലേ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും റൂട്ടിലേക്ക് പോകും, സിറിയയുടെ ആവട്ടെ, ഇറാന്റെ ആവട്ടെ, ക്യൂബയുടെ ആവട്ടെ, വെനസ്വേലയുടെ ആവട്ടെ, ഈ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ അനുഭവിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, കൊല്ലാൻ ശ്രമിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. കുറ്റവാളി. അത് ഒറ്റ കാര്യം മരം കണ്ടിട്ട് കാട് കാണാതിരിക്കരുത്. അമേരിക്കയുടെ കൊള്ളരുതായ്മയ്ക്ക് വെള്ളപൂശാനായിട്ട് ശ്രമിക്കരുത്. ശരി പറഞ്ഞോളൂ രേണുക, ഞാൻ 5 കാര്യത്തിലെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇറാൻ ഇപ്പോഴത്തെ ഒരു വീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഫാക്ട് ആണ്. രണ്ടാമത്തെ റീസണ് മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞു മുടക്കി തന്നെ അമേരിക്കയ്ക്ക് ഇവിടുത്തെ ലോക്കൽ ഇഷ്യൂസും ഉണ്ട്. ഇവിടുത്തെ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പീറ്റഡ്ലി ഫെയിൽ ആവുന്നു, അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ എപ്സ്റ്റീൻ ഇപ്പം ലോകത്തെ മൊത്തത്തോടെ കൊണ്ട് മുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിൽ മാത്രമല്ല, ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോർമർ പ്രിൻസ് ആൻഡ്രൂ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ആ ഒരു വലിയൊരു വാർത്ത വരുന്നു. യൂറോപ്യൻ യൂണിയൻ മൊത്തം കുലുക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ മിനിസ്റ്റർ പോലും അതിനകത്ത് ഉണ്ടെന്ന് കേൾക്കുന്നു. അമേരിക്കയിൽ ഓൾറെഡി ഉണ്ട്, ബിൽ ക്ലിന്റൺ ഉൾപ്പെടെ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള എല്ലാ മഹത് വ്യക്തികളും അതിനകത്തുണ്ട്. അപ്പൊ അതൊരു ഫാക്ടർ ആകുമ്പോൾ മേ ബി ജനസത്തയെ തിരിക്കാൻ വേണ്ടിയുള്ള ബിൽഡപ്പ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിയൽ ഫാക്ടറും ഉണ്ട് ന്യൂക്ലിയർ ഇഷ്യൂസ്. കാരണം ന്യൂക്ലിയർ ഒരു ഡിസാർമമെന്റ് വരണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എങ്കിൽ പോലും അത് എന്തുമാത്രം മുന്നേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് വലിയൊരു വിലകുതടിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ചർച്ച വന്നാലും അതിന്റെ ഒരു സെന്റർ ആയിട്ട് ആ ചർച്ച മുന്നേക്ക് പോവാതിരിക്കുന്ന ഒരു മെയിൻ റീസൺ ഈ ന്യൂക്ലിയർ വാർ ഇഷ്യൂ തന്നെയാണ്. അതോടൊപ്പം പറയാനുള്ള അടുത്ത പോയിന്റ് ഒരു പെട്രോ വാർ ആണ്. പെട്രോ ഡോളർ വാർ എന്നുള്ളത് ഒരു പുതിയ പ്രതിഭാസമല്ല, കഴിഞ്ഞ 50 വർഷമായിട്ടുള്ളതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് 50 വർഷം പോയി പുറകോട്ട് പോയി ഹിസ്റ്ററി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വെനീസ്വേലയിൽ 2012 അല്ലെങ്കിൽ 2013 അവിടെ അട്ടിമറിച്ചത് അമേരിക്ക അല്ലായിരുന്നു. അവിടെ ഭരണം മാറിക്കഴിഞ്ഞതിന് ശേഷം പല സ്വത്തുക്കളും കണ്ടെത്തുകയും ദേശത്താൽക്കുറിക്കുകയും ചെയ്യുകയും അങ്ങനെ വന്ന ഒരു എക്സസ് എന്താ പറയുന്നത് സോഷ്യലിസം അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ആംഗിളിലേക്ക് പോയത് കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റുകൾ നമ്മൾ കണ്ടു. അപ്പം ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അമേരിക്കയുടെ അങ്ങനെ പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ
ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒരു വസ്തുതയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ബിൽഡപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇറാൻ പ്രതിരോധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ അവിടെ കിടന്ന് മസിൽ പിടിക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാന്റെ കൂടെ പേപ്പറിൽ പറയാൻ വേണ്ടി റഷ്യ കാണും, സിറിയ കാണും, അല്ലെങ്കിൽ ചൈന കാണും. ഇപ്പോഴത്തെ നേവൽ എക്സസൈസ് നോക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് നടത്തിയ നേവൽ എക്സസൈസിന് അകത്ത് ഇറാനും റഷ്യയും ചൈനയും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്റ്റീവ് എക്സസൈസിനകത്ത് റഷ്യയും ഇറാനും മാത്രമേ ഉള്ളായിരുന്നു, ചൈന ആബ്സെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പം അവിടെ ആൾക്കാരില്ലാഞ്ഞിട്ട്, അവിടെ പടക്കമില്ലാഞ്ഞിട്ട്, അല്ലെ അവിടെ സോൾജേഴ്സ് ഇല്ലാഞ്ഞിട്ട് നോർത്ത് കൊറിയ പോലെയുള്ള രാജ്യത്ത് നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സിനറി വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രാക്ടിക്കലി റഷ്യക്ക് ഇറാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ്. അത് വെറും ഒരു പേപ്പർ വാചകം മാത്രമായിരിക്കും. ഞങ്ങൾ ഇറാന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ ആ ഒരു രീതിയിലേക്ക് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ അമേരിക്കയ്ക്കും അറിയാം, ഡൊണാൾഡ് ട്രംപിനും അറിയാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു എക്സസീവ് സ്ട്രെങ്ത് അവിടെ കാണിച്ചത്. സ്ട്രെങ്ത് പീസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഷോ ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലും വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു സൈഡിൽ കൂടെ ഈ ഒരു വീക്കെൻഡോടുകൂടി യുദ്ധം വന്നേക്കാം എന്ന് പറഞ്ഞാലും അതിനൊരു പോസിബിലിറ്റി ഇതൊരു സ്ട്രാറ്റജിയുടെ പാർട്ടാകേക്കാം എന്നും കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് പറയുന്നിടത്ത് ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ, വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിന ലിവിറ്റ് പറയുന്നുണ്ട്, ഈ ആണവ സൗകര്യങ്ങൾ അവർക്കുള്ളത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപുമായി കരാറിലേർപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇറാന് മുന്നിലുള്ള ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സൈനിക വിന്യാസം ശക്തമാക്കിക്കൊണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നത്. അതായത് നിങ്ങൾ ഈ കരാറിലേക്ക് വരൂ, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട്, ഒരു ഭാഗത്ത് ഭീഷണിയും ഒരു ഭാഗത്ത് ഈ സന്ദേശവും നൽകിക്കൊണ്ട് ഈ ആണവ വിഷയത്തിൽ ഇറാനെ ചൊൽപ്പൊടിക്ക് നിർത്തുക എന്നത് മാത്രമാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത്, ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇത് വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. ഇറാനെ ചൊൽപ്പടിക്ക് നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ ആവശ്യമാണ്, ഇസ്രയേലിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുന്നു. അമേരിക്കൻ അതുപോലെ GCC ആൻഡ് ഇസ്രയേലി ഇൻട്രസ്റ്റ് കൺവേർജ് ഇറാൻ്റെ കാര്യത്തിൽ. പക്ഷേ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രം ലേശം വ്യത്യസ്തമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ. കാരണം അവിടെ ഇറാൻ ഉണ്ടാവണം. ഇറാൻ ഒരു വലിയ വിപത്തല്ല, ചെറിയ വിപത്തായി ഉണ്ടാവണം. ഇല്ല എങ്കിൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് അവിടെ സാങ്കത്യമില്ലാതെയാവും. അതുകൊണ്ട് ഇറാൻ അവിടെ ഉണ്ടാവണം. റെജീം ഒരു മെലോ ഡൗൺ റെജീം, ഡീന്യൂക്ലിയറൈസ് ചെയ്യപ്പെട്ട ഒരു റെജീം അവിടെ ഉണ്ടെങ്കിൽ, മിസൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കക്കാരുടെ ആവശ്യമുള്ളൂ, അമേരിക്കൻ താവളങ്ങളുടെ ആവശ്യമുള്ളൂ. അത് ഒരിക്കൽ പോലും അമേരിക്ക സ്റ്റേറ്റ് ചെയ്യില്ല. അൺസ്റ്റേറ്റഡ് ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിഫറൻസസ് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇസ്രായേലിൻ്റെ പ്രിഫറൻസ് അറിയാം, അമേരിക്കയുടെ അറിയാം, ഇറാൻ്റെ പ്രിഫറൻസസ് അറിയാം, അതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ പ്രിഫറൻസ് അറിയാം. ഇവിടെയാണ് ആ യുദ്ധത്തിൻ്റെ സാഹചര്യം. നമ്മൾ ഈ ഡിബേറ്റിൽ വിലയിരുത്തുന്നത് ഈ സാഹചര്യമാണ്. എങ്ങനെയും തിരിയാം. ഒരുപക്ഷെ അടുത്ത റൗണ്ട് 2 ആഴ്ച സമയം ചോദിച്ചിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ 2 ആഴ്ച ബ്രീതിങ് സ്പേസ് ചോദിച്ചിരിക്കുകയാണ്. അല്ല എങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്താണ് ഫ്രെയിംവർക്ക് ഉണ്ടാകുന്നത്. ഒരു ഫ്രെയിംവർക്ക് ഏകദേശം റെഡിയായി എന്ന് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക, അതായത് കരോളിന ലെവിറ്റ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഫ്രെയിംവർക്ക് ആയി എന്ന് പറയുന്നില്ല. അത് ഇറാൻ്റെ ആവശ്യം പോലെയാണ്. ഇറാൻ ആവർത്തിച്ച് പറയുന്നു ഒരു ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ്. അതിനർത്ഥം എന്താണ്? ഇറാൻ ഈസ് ബൈയിങ് ടൈം. അതൊരു സ്ട്രാറ്റജിയാണ്. ഇറാൻ്റെ വിഖ്യാതനായ നെഗോഷിയേറ്ററാണ് അബ്ബാസ് അരാക്ചി. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളയാളാണ്, ഡിപ്ലോമസിയിൽ ട്രെയിൻഡാണ്, കാരിയർ ഡിപ്ലോമാറ്റാണ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് അരച്ചു കലക്കി പഠിച്ചയാളാണ്. ഈ മെല്ലെ പോവുക എന്നതും ഈ പറഞ്ഞു സമയം നീട്ടിക്കൊണ്ട് പോവുക എന്നതും ഒരു സ്ട്രാറ്റജിയാണ്, വീക്കർ പവറിൻ്റെ സ്ട്രാറ്റജിയാണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടൈം ഈസ് എ ഫാക്ടർ. ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരിക്കലും തയ്യാറാവില്ല. ആകാശത്ത് നിന്ന് തന്നെ യുദ്ധം ജയിക്കാൻ തയ്യാറാവുന്നു. ആകാശത്ത് നിന്നുകൊണ്ട്
ഒരു പക്ഷേ ഒരാഴ്ച അല്ലെ 2 ആഴ്ച ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ് നമ്പർ 1, ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് കഴിഞ്ഞ പ്രാവശ്യം തകർക്കാനാവാതെ പോയത് പരിപൂർണമായി തകർക്കുക. പിന്നീട് ഒരു 10 വർഷത്തേക്കെങ്കിലും ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി പിന്നെ നെഗോഷിയേഷൻ സമയമുണ്ടല്ലോ, പിന്നെ 10 വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതിയല്ലോ. 2, മിസൈൽ ഇസ്രയേലിന് ഭീഷണിയാവുന്ന ഇറാൻ്റെ വൻപൻ ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈൽ ശേഖരം മലനിരകളിൽ തുറന്നു വെച്ചിരിക്കുന്നത് പരമാവധി പ്രഹരം നടത്തി അത് ഒഴിവാക്കുക. അതിന് ഇസ്രയേലിൻ്റെയും കൂടെ കൂട്ട് ഉണ്ടാവും എന്നതാണ്. ഇതുകൊണ്ട് മാത്രം 3ാമത്തെ ഒബ്ജക്റ്റീവ് നടപ്പാകണമെന്നില്ല. അതാണ് മേജർ ഒബ്ജക്റ്റീവ്, അതാണ് റെജിം ചേഞ്ച്. അവിടെ നോക്കൂ, ശ്രീ നിർമ്മലൊക്കെ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇവിടെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ഇൻസുലേഷനാണ് ഈ ഇറാനിയൻ ലീഡർഷിപ്പിന്. അത് അയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ നിലനിർത്തുന്ന റെജീം, ആ റെജീമിനെ നിലനിർത്തുന്ന IRGC ഉൾപ്പെടെ നിലനിർത്തുന്ന ആകമാന സംവിധാനം. കാരണം IRGC എന്ന് പറയുന്ന സംവിധാനത്തെ ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല. അത് നമ്മൾ മുൻപ് ഈ സദ്ദാം ഹുസൈൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് എന്നൊക്കെ പറയുന്ന വലിയ 6 അടി പൊക്കമുള്ള സൈനികർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവനെ ബോംബ് പറയുമായിരുന്നല്ലോ പണ്ട്. അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതുപോലെ ഒരു സംവിധാനമല്ല ഇറാഖിൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ് പോലത്തെ സംവിധാനമല്ല ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ്. അവരൊരു സിവിലൈസേഷണൽ എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ അവർ ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്. പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പിന്നെ ഒരു പരിധിവരെ നിലനിർത്താനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് അവിടെ ജനങ്ങളല്ല, മറിച്ച് ജനങ്ങൾ ഇളകിയെങ്കിൽ മാത്രമേ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുത്തെങ്കിലേ റെജീം ചേഞ്ച് ഉണ്ടാവൂ. ഇപ്പം റെജീം ചേഞ്ച് ഉണ്ടാകും എന്ന് കരുതി മുന്നോട്ട് പോയാൽ ആ ഒബ്ജക്റ്റീവ് നിർവഹിക്കുന്നതിനെ ഇറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ സൈന്യം കരയിൽ ഇറങ്ങണം. അവിടെയാണ് മലനിരകൾ. സ്വാഭാവികമായ ഡിഫൻസ് സംവിധാനമുണ്ട് ഇറാന്. കാരണം തെക്ക് സാഗ്രോസ് മലനിരകൾ, വടക്ക് മറ്റു ചില മലനിരകൾ. അപ്പോൾ സമുദ്രം, മലനിരകൾ ഇതെല്ലാം കടന്ന് ഒരു ലാൻഡ് ഓപ്പറേഷൻ ഈസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ഇൻ ഇറാൻ. ഇത് നന്നായി ഇറാൻ അറിയാം. അതുകൊണ്ട് ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം യുദ്ധത്തിൽ മേൽക്കോയ്മ കൊണ്ടുവരാം. അടിസ്ഥാന സൗകര്യങ്ങൾ, എണ്ണ ഫെസിലിറ്റി ഉൾപ്പെടെ തച്ചു തകർക്കാൻ കഴിയും. പക്ഷേ റെജീം ചേഞ്ച് നീഡ് സംതിങ് മോർ. ഇതറിയാവുന്നത് കൊണ്ടാണ് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക. അതുകൊണ്ട് എനിമിയുടെ ക്ഷമ നശിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്ന ഒരു രീതിയിലേക്ക് നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ ഒരു കൺക്ലൂസീവ് യുദ്ധം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് റെജീമിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് പുറത്തു വരാൻ കഴിയുമെങ്കിൽ ഒരു ആക്രമണം ആണ് ലക്ഷ്യമെങ്കിൽ ഇതിനു മുൻപേ വേണമെങ്കിലും ആകാമായിരുന്നല്ലോ എന്നൊരു സാഹചര്യമുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ ആഭ്യന്തര യുദ്ധം അല്ലെ ആഭ്യന്തര സംഘർഷങ്ങൾ അതിരൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ സമാനമായ ഭീഷണി, അതായത് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയുണ്ട്. ഒരു ഘട്ടത്തിലും ഇറാൻ പിന്നോട്ട് പോയിട്ടില്ല. ആ ഭീഷണിക്കൊക്കെ മറുപടി പറഞ്ഞു തന്നെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സമാനമാണ് സാഹചര്യം. സജിമോൻ ആന്റണി ഇവിടെ അതിനെ വെറും ഒരു കൗണ്ടർ എന്ന നിലയിലാണ് കാണുന്നതെങ്കിൽ പോലും ഇപ്പോഴും ഖമനയുടെ ഭാഷ ഒരു മുന്നറിയിപ്പിൻ്റേത് തന്നെയാണ്. ഏറ്റവും വലിയ സൈനിക ശക്തിയെ വീണ്ടും എഴുന്നേൽക്കാനാകാത്ത വിധം ആക്രമിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. വിമാനവാഹിനി കപ്പലിനെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിയിടാൻ പറ്റും, അതിനുള്ള സംവിധാനങ്ങൾ, ആയുധങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരാക്രമണം വന്നാലും അതിനേക്കാൾ വലിയ പ്രഹരശേഷി ഞങ്ങൾ തരും എന്ന ഇറാന്റെ വാദം അത് വെറും വാക്കാണോ, വെറും വാക്ക് മാത്രമാണോ, അതോ പിടിച്ചു നിൽക്കാമെന്ന ആത്മവിശ്വാസമാണോ? അതിനും അപ്പുറം ഒരു ആണവ ശക്തി ഉണ്ട് എന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണമല്ലോ. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആണവ ആക്രമണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റഷ്യ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ എന്നത് വലിയ ഡിസാസ്ട്രസ് ആയിരുന്നു. അത് IAEA തന്നെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. അപ്പോൾ ആ രീതിയിലും ലോകത്തിന് ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. രേണുക, നമ്മൾ 1 by 1 ആയിട്ട് ഈ വിഷയം നോക്കണം. ഒന്ന്, അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തെ അട്ടിമറിക്കണം എന്ന് വിചാരിച്ചാൽ അതിനുള്ള ശേഷി അവർക്കിന്നുണ്ട്. അത് വെറുതെ അങ്ങ് ചെയ്യല്ല. അവര് അതിനുള്ള കാര്യങ്ങൾ വളരെ സ്ലോവിൽ ചെയ്യും. എന്താണ് നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം എണ്ണ സമ്പന്നമായ വളരെ ചരിത്രമുള്ള രാജ്യമാണ്, സംസ്കാരമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ 1953 മുതൽ തന്നെ അമേരിക്ക ഇടപെടാൻ തുടങ്ങിയിരുന്നു.
അങ്ങനെ മുഹമ്മദ് മൊസാദക് എന്ന് പറയുന്ന ആള് അവിടുത്തെ എണ്ണയെ ദേശസാൽക്കരിച്ചു, ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ദേശസാൽക്കരിച്ചപ്പോ അതിനെതിരായിട്ട് അന്ന് ബ്രിട്ടൻ ആയിരുന്നു അതിന്റെ ഗുണഭോക്താവ്. ബ്രിട്ടന്റെ ചാരസംഘടനയും അമേരിക്കയുടെ മൊസാദും ചേർന്ന് ആ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ടാണ് അവിടെ ഈ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്നിട്ട് അവരെന്താ ചെയ്തത്? ഒരു ഏകാധിപതിയെ കൊണ്ടുവന്ന് വെച്ചു. ആ ഏകാധിപതി അമേരിക്ക പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു 1979 വരെ. ആ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിട്ടാണ് ഈ ഇസ്ലാമിക് ഭരണകൂടം അവിടെ വന്നത്. ആ ഇസ്ലാമിക് ഭരണകൂടമാണ് വന്നെങ്കിലും അവിടുത്തെ എണ്ണ സമ്പത്ത് കൊണ്ട് ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഉണ്ടായിട്ടുള്ള ശത്രുതയുടെ ഫലമായിട്ടാണ് ആ രാജ്യവുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഇറാൻ അവരുടെ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഇറാൻ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാം. 1968 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവായുധം വികസിപ്പിച്ചു. അതായത് ഇറാന്റെ അടുത്ത് കിടക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള രാജ്യം ആണവായുധം ഉണ്ടാക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യം ശത്രുവായി കരുതുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ആണവായുധം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് സമ്മതിച്ചാൽ തന്നെ ആണവായുധം തെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇസ്രായേലിനെതിരായിട്ടല്ലേ ആദ്യം അമേരിക്ക നടപടി എടുക്കേണ്ടത്. അതായത് രാജ്യത്ത് ആണവ ആക്രമണം ഉണ്ടാവരുത്, ആണവ രംഗത്ത് സമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിയമവിരുദ്ധമായി ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത്. അങ്ങനെ ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി മുമ്പ് കാണാതെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, അത് ലോകത്തൊട്ടാകെ വലിയ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആരാ വിശ്വസിക്കുന്നത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അമേരിക്കയ്ക്ക് തങ്ങളുടെ അതായത് ഇസ്രായേലിനെ കരുതുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്ര ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത്. കാരണം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ അമേരിക്കൻ യഹൂദ ലോബി, യൂവിഷ് ലോബി എന്ന് പറയുന്നത് അതിശക്തമാണ്. അപ്പൊ അവരാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ ഇസ്രായേലുമായിട്ടുള്ള നയങ്ങൾ, പശ്ചിമേഷ്യൻ നയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഇറാന് ഏതെല്ലാം തരത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഡിസംബർ 28 അവിടെ ജനങ്ങൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് വന്നു. എന്തുകൊണ്ട് വന്നു? ഭരണകൂടത്തിനെതിരായിട്ട് വന്നത് ഇവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അമേരിക്ക ഈ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ട്രാറ്റജി ഉണ്ട്. ആദ്യം ഒരു ഭരണകൂടത്തിനെതിരായിട്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പത്തിന്റെ അടിത്തറ എണ്ണയും ഗ്യാസുമാണ്. ഈ എണ്ണ കയറ്റുമതി അല്ലെങ്കിൽ വിൽപ്പനയ്ക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യം എങ്ങനെ നിലനിൽക്കും? സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ജനങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകും. അപ്പൊ അങ്ങനെ അത്തരം അസംതൃപ്തി, അതായത് സാമ്പത്തികമായി ആ രാജ്യത്തെ നിരന്തരം അമേരിക്കയുടെ ഉപരോധം, യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം, ഈ ഉപരോധങ്ങളുടെ എല്ലാം ഫലമായിട്ട് ആ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാണ്. എനിക്കത് നേരിട്ടറിയാം. കാരണം ഞാൻ അവിടുത്തെ ഇറാന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവർ ഭരണകൂടത്തിനെ കുറിച്ച് പറയുന്ന കാര്യം, അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയുടെ ഉപരോധം മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയുടെ ഉപരോധം മൂലം ഉണ്ടായിട്ടുണ്ട്. ആ ഉപരോധം മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ ഡിസംബർ മാസം 28 ജനങ്ങൾ തെരുവിലിറങ്ങി, വ്യാപാരികൾ തെരുവിലിറങ്ങി സമരം തുടങ്ങിയപ്പോൾ ഡിസംബർ മാസം 29 ഇസ്രായേൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. എന്താ ഇസ്രായേലിന്റെ പ്രസ്താവന? ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ ഇറാനിൽ ഈ സമരത്തോടൊപ്പം ഉണ്ട്, ഞങ്ങൾ പരിശീലിപ്പിച്ചു വിട്ട ആളുകൾ ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു. നമ്മൾ നോക്കണം, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു രാജ്യം ഇടപെട്ടുകൊണ്ട് അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പരസ്യമായി അംഗീകരിച്ചു, സമ്മതിച്ചു ഇസ്രായേൽ. ഡിസംബർ മാസം 30 അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, ഈ സംഘർഷങ്ങൾ നിങ്ങൾ ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും, ഞാനിതാ വന്നിരിക്കുന്നു, അമേരിക്കൻ ആർമഡ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിന് എന്താ അവകാശം? ആർക്കെങ്കിലും അവകാശമുണ്ടോ? അതായത് ഒരു രാജ്യം, നമ്മുടെ അന്തർദേശീയ സമൂഹം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അന്തർദേശീയ സമൂഹം ഒരു അരാജകാവസ്ഥ നിലനിൽക്കുന്നതാണെന്ന് പറയാറുണ്ട് ഞങ്ങള്. പക്ഷെ ഓരോ രാജ്യത്തിന്റെയും പരമാധികാരവും ആഭ്യന്തര പരമാധികാരവും ബോർഡറും മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അന്തർദേശീയ രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഇറാന്റെ കാര്യത്തിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ, അതായത് നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിസന്ധി മൂലം ജനങ്ങൾ അസംതൃപ്തരാകുമ്പോൾ ആ ജനങ്ങൾ സമരവുമായി വരുമ്പോൾ ആ സമരത്തിനെ നേരിടുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളും ചെയ്യുന്നതാണ്. നമുക്കറിയാമല്ലോ, അമേരിക്കയിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സമരം നടന്നപ്പോൾ ആ സമരത്തെ എത്ര ശക്തമായിട്ട് അമേരിക്കൻ പോലീസ് അടിച്ചമർത്തുന്നത് ബ്ലാക്സിനെതിരായിട്ട്.
അതിനെതിരായിട്ട് ആരെങ്കിലും ഇടപെടാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യത്തിനെതിരായിട്ട് പിന്നെ പടപ്പുറപ്പാട് നടത്താനായിട്ട് ഏത് ഭരണകൂടത്തിന് അധികാരമുള്ളത്? അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം ഇതാണ്. ഒന്നെന്ന് പറയുന്നത്, അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളുടെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലും അതിശക്തമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്രത്തോളം ശാസ്ത്രജ്ഞന്മാര്, എത്രത്തോളം രാഷ്ട്രീയ നേതാക്കളെ, എത്രത്തോളം പിന്നെ അംബാസിഡേഴ്സിനെ അവർ കൊന്നു തള്ളി ഇസ്രായേലും അമേരിക്കയും ചേർന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ശക്തമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ അവിടെ സാമ്പത്തിക രംഗത്ത് തകർക്കുക, അവിടുത്തെ രാഷ്ട്രീയ രംഗം തകർക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ന്യൂക്ലിയർ ആയുധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ഒരു നടപടിയുമില്ല. ഇവർക്കെതിരായിട്ട് മാത്രമാണ് നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയ്ക്ക് അതായത് ലോക രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ മേധാവിത്വം, ഹെജ്മണി, അമേരിക്കൻ ഗ്ലോബൽ ഹെജ്മണി നിർത്തേണ്ട ആവശ്യം അവർക്കുണ്ട്. അതിനകത്ത് ഇപ്പൊ നമുക്ക് അത്തരമൊരു ലോകത്തെ എല്ലാ രാഷ്ട്രീയ കാലഘട്ടത്തിലും ഓരോ പിന്നെ അന്തർദേശീയ രംഗത്ത് മേധാവിത്വം കൊടുത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ അത് അമേരിക്കയാണ്. എന്നാൽ ആ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടു, 20 വർഷം അവരോട് നിന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി എന്താണ്? ആർക്കെതിരായിട്ടാണോ അവർ അമേരിക്കയിൽ വന്നത്, ആ താലിബാനെ ഭരണമേൽപ്പിച്ചുകൊണ്ട് ഓടേണ്ടി വന്നു. ഇറാഖിന്റെ കാര്യം എന്താണ്? ഇറാഖിലെ അരാജകാവസ്ഥയല്ലേ? ഒരു ഭരണകൂടം പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല സദ്ദാം ഹുസൈൻ. പക്ഷെ ആ ഭരണകൂടത്തെ ജനാധിപത്യം ഉറപ്പാക്കാനെന്ന് പറഞ്ഞ പേരിൽ വന്നുകൊണ്ട് ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ നിരവധി ഭരണാധികാരികളാണ് ഇപ്പോൾ ലിബിയയിൽ. അമേരിക്കൻ അധിനിവേശങ്ങളൊന്നും ഒരു രാഷ്ട്രത്തിനും നല്ലതൊന്നും സമ്മാനിച്ചിട്ടില്ല എന്നതാണ് ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ചരിത്രമാണ്, നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാനിനെ ഇല്ലാണ്ടാക്കാൻ ഏതാണ്ട് 4 പതിറ്റാണ്ടായി അമേരിക്കയിൽ മാറി മാറി വന്ന എല്ലാ ഭരണകൂടങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചെറുത്തു നിൽക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ ട്രംപ് ഉയർത്തിയ ഭീഷണിക്ക് മറുപടിയാണ് ഹോർമുസ് കടലിടുക്കിൽ അവർ ഫയർ ഡ്രിൽ നടത്തിക്കൊണ്ട് കാണിച്ചത്. അപ്പോൾ നിസാരക്കാരാണ് ഇറാൻ എന്ന് കരുതണമോ? ഏതൊരു രാഷ്ട്രവും അതിൻ്റെ ചെറുത്തുനിൽപ്പ് എന്നത് സാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. ഹോർമുസ് കടലിടുക്ക് കുറച്ചു സമയം അടച്ചിടേണ്ടി വരുമ്പോൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ട് എല്ലാ രാഷ്ട്രങ്ങളും അനുഭവിക്കുന്നു എന്നത് നമുക്ക് മുന്നിലുള്ളതാണ്. അപ്പോൾ ലോകത്തെ ആകെ അത്തരമൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് വലിച്ചിടുക എന്നതിന് എന്തിന് ട്രംപ് മുൻകൈയെടുക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് എല്ലാ വിധത്തിലുള്ള ആയുധവും സമ്പത്തും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ശക്തരാക്കി നിർത്തിക്കൊണ്ട് മറ്റു രാഷ്ട്രങ്ങളോട് നിങ്ങൾ ആയുധം ഉപേക്ഷിക്കൂ, അല്ലെങ്കിൽ ആണവ പദ്ധതികൾ നിർത്തിവെക്കൂ എന്ന് പറയുന്നതിൽ എന്ത് യുക്തി എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും രേണുക, ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പല പോളിസികളും എല്ലാം ശരിയാണ് എന്ന് ഞാൻ ഒരിക്കലും വാദിച്ചിട്ടില്ല, ഞാൻ വാദിക്കത്തുമില്ല. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. അമേരിക്കയുടെ പോളിസികൾ ഇറാഖിന്റെ കാര്യത്തിലാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയെ മൊത്തം ഒന്നടങ്കം തേച്ചു കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം വേണം, നമ്മൾ യുദ്ധം അവസാനിപ്പിക്കണം, എല്ലാ പെനി ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഡോളറും ഇവിടെ തന്നെ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യണം, ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് അമേരിക്കക്കാരെ മൊത്തത്തിൽ ഉദ്ധരിക്കണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞുകൊണ്ട് ഇലക്ഷനിൽ പറഞ്ഞത്. ഇലക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് 1 വർഷം അദ്ദേഹത്തിന്റെ ഒരു ടോണ് ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്നുള്ള രീതിയിലായിരുന്നു. അതിനകത്ത് സംശയമില്ല. എന്നാൽ അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങൾ ഈ ഗ്ലോബൽ പീസ് മേക്കിംഗ് അത്ര ഈസി ആണെന്ന് പുള്ളിക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്. അമേരിക്കൻ ജനത ഒന്നടങ്കം ഡൊണാൾഡ് ട്രംപിന്റെ പുറകെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38% ജനങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോളിസികളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ ഓരോ ഇലക്ഷനിലും കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിൽ നടന്ന ഇലക്ഷൻ കണ്ടു കഴിഞ്ഞു. നമ്മൾ തൂത്തുവാരി, അതായത് ഡെമോക്രാറ്റിക് പാർട്ടി തൂത്തുവാരി, അതായത് ട്രംപിന്റെ പേര് പറഞ്ഞ ആരൊക്കെ എതിരെ നിന്നോ, ട്രംപിന്റെ പോളിസികൾക്ക് എതിരെ നിന്നോ അവരെല്ലാം ജയിച്ചു കയറി. അതേ ഒരു ലൈൻ ഓഫ് തിങ്കിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ. വരാൻ പോകുന്ന നവംബർ ഇലക്ഷനിൽ 2026 ഇലക്ഷനിൽ ഇത് പ്രഡിക്ഷൻ ഇതാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റും കോൺഗ്രസും നഷ്ടമാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അധികാരങ്ങൾക്ക് ഒരു കൂച്ചുവിലങ്ങ് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് അമേരിക്കൻ ജനതയ്ക്കുള്ളത്, ഒരു മജോറിറ്റി ഉള്ള ആൾക്കാർക്ക് ഉള്ളത്. എന്നാൽ ഇൻ ദ മീൻ ടൈം ഈ ഒരു ക്രൈസിസ് ഉടലെടുക്കുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശരിയാണ്, ഡീൽ ചെയ്യേണ്ട രീതി വരണം. പക്ഷേ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇറാൻ അവിടെ നിന്ന് എന്തുമാത്രം മസിൽ പിടിച്ചാലും, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, ഓരോ രാജ്യത്തിനും അവരുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ നമ്മൾ മിലിറ്ററി കേപ്പബിലിറ്റിയെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഈ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ മിലിറ്ററി കേപ്പബിലിറ്റി അൺക്വസ്റ്റ്യനബിൾ ആണ്. പണ്ട് അമേരിക്കക്ക് ഒരു ബദൽ ചൈന അല്ലെങ്കിൽ ഒരു റഷ്യ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വെറും പേപ്പർ പുലികളാണ് എന്ന് കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പൊ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ക്യൂബയിൽ നടന്ന ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
1.5 മണിക്കൂർ കൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ എല്ലാ അവർക്കും അവരുടെയും F-350 ഒത്തിരിയേറെ സോവിയറ്റ് യൂണിയന്റെ കുറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടൊരു ഓപ്പറേഷൻ പൂർത്തിയാക്കി ആ രാജ്യത്തിന്റെ തലവരുന്ന അവർ വിളിക്കുന്ന അദ്ദേഹത്തെ ഇവിടെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഇൻഡിക്കേഷൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ ആയുധങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ ഈ പറഞ്ഞ പോണക്ക് ഒരു കൺവെൻഷണൽ വെപ്പൺ ആണ് എന്നുള്ളൊരു ലൈനിലാണ്. അതായത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ മോഡേൺ ഇക്വിപ്മെന്റ് അല്ലെങ്കിൽ മോഡേൺ യുദ്ധ സാമഗ്രികളുടെ മുന്നിൽ അതൊന്നും പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈവൻ ഈ ഒരു പ്രോക്സി വാറിൽ ഇറാൻ സപ്ലൈ ചെയ്ത് ഹിസ്ബുള്ളക്കാണെങ്കിലും സിറിയക്കാണെങ്കിലും ഹൂത്തിസിന് കൊടുത്താൽ പോലും അതൊക്കെ ഈ പറഞ്ഞ ഇസ്രായേലിനെ ഒന്നും തൊടാനായിട്ട് പറ്റിയില്ല എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം മിലിറ്ററി ഒരു ആക്ഷൻ വരുവാണെങ്കിൽ ഇറാന് ഈ പറയുന്ന പോണക്കുള്ള ഒരു വലിയൊരു സ്ട്രെങ്തും അമേരിക്കയ്ക്ക് വലിയൊരു ത്രെട്ടണോ അല്ലെങ്കിൽ അവിടെയുള്ള ഏരിയ മൊത്തം അവര് കംപ്ലീറ്റ് നാശമാക്കും എന്നുള്ള ഇതിനകത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു ഗ്യാസ് കാണുന്നില്ല എന്നുള്ളൊരു ഫാക്ട് ആണ് പറയുന്നത്. കാരണം അത് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ആൻഡ് നമ്പേഴ്സ് ആണ് ഞാൻ പറയുന്നത്. എന്നാൽ യെസ് ശരി, എന്തായാലും ഒരു ചെറുത്തുനിൽപ്പ് എന്നത് ഇറാൻ സാധ്യമാക്കുമെന്നതാണ് അവരുടെ അവകാശവാദം സൂചിപ്പിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ ഉണ്ട് താനും. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് സമയം കുറവാണ്. അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒമാന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ജനീവ ചർച്ചകൾ പോലും സാധ്യമായിരുന്നത്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു സമ്മർദ്ദ ശക്തിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, ഒരു പീസ് പ്രൈസ് കൊടുത്ത് അടക്കിയിരുത്തിയിരുന്നെങ്കിൽ ട്രംപ് ഒരു അപകടകാരിയാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ സമാധാന നൊബേൽ കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്തുമാകാമെന്നത് ആണോ ട്രംപ് ഇങ്ങനെ ആവർത്തിച്ച് ഭീഷണി മുഴക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സമാധാനത്തിൻ്റെ കാവൽമാലാഖയുടെ മേലങ്കി അണിഞ്ഞു വന്ന ട്രംപ് സംഹാരദൂതനാകുന്ന ഒരു കാഴ്ചയാണ്. കാരണം പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇടപെടില്ല, ലോകത്തിൻ്റെ മറ്റിടങ്ങളിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെടില്ല, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയുടെ മുഴുവൻ ശ്രദ്ധയും അമേരിക്കക്കാരിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു, ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ട്രംപ് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അനാക്രോണിസമുണ്ട്, വൈരുദ്ധ്യമുണ്ട്, പറയുന്നതിനകത്തൊരു കൺസിസ്റ്റൻസി ഇല്ല. അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ആത്യന്തികമായ ഇൻട്രസ്റ്റ് നോക്കേണ്ടത്. ഇവിടെ ഒരു ജെനുവിൻ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, വാർ മെഷീനറി എന്ന് പറയുന്നത് ഇൻടാക്റ്റായിട്ട് നിൽക്കണം. പ്രഹരശേഷി ഉണ്ടെന്ന് നിരന്തരം ഒരു ബാറ്റിൽ ഫീൽഡ് ഇല്ലാതെ തെളിയിക്കാനാവില്ല. ഓൺ പേപ്പർ ആരും യുദ്ധം ജയിക്കുന്നില്ല. ബാറ്റിൽ ഫീൽഡിൽ മാത്രമേ യുദ്ധം ജയിക്കൂ. അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടണം. അതാണ് ഒരു ഉദ്ദേശം. 2, ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുക എന്നതല്ലാതെ ചൈനയും റഷ്യയും ഒന്നും അത് ചെയ്യുന്നില്ല. അവർ വലിയ സ്ട്രെങ്ത് ആണെന്ന് പറയുന്നത് ഓൺ പേപ്പർ അവർക്ക് ആയുധങ്ങളുണ്ട്. ഇതൊന്നും തന്നെ ഉപയോഗിച്ച് കാണുന്നില്ല. റഷ്യ ഉക്രൈനിൽ ആയുധങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചൈനയൊന്നും അനങ്ങില്ല, റഷ്യയും കാര്യമായി ഈ യുദ്ധത്തിൽ ഇടപെടില്ല. അങ്ങനെയാണെങ്കിൽ സിറിയയിലെ യുദ്ധത്തിൽ ബാഷർ അൽ അസദിനെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ റഷ്യൻ സൈന്യം സിറിയയിലേക്ക് എന്തുകൊണ്ട് അരച്ചു കയറി ഡിഫെൻഡ് ചെയ്തില്ല? അതുകൊണ്ട് ഇവരാരും അനങ്ങില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു അവസരമായി മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. അത് ഇത്തരത്തിലാണ്, അദ്ദേഹം പറഞ്ഞ തരത്തിലല്ല, മറിച്ച് നിരന്തര ഇടപെടലുകളിലൂടെ അമേരിക്കൻ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പുവരുത്തുക, അമേരിക്കൻ താല്പര്യം ലോകം എല്ലായിടത്തും സംരക്ഷിക്കുക. അതുവഴി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരുമാനമുണ്ടാക്കുക, അമേരിക്കൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഗുണപരമാകുക. പക്ഷേ ഇതൊന്നും തന്നെ അമേരിക്കൻ ജനത അംഗീകരിച്ച് കാണുന്നില്ല. അവിടാണ് ഇറ്റ്സ് നോട്ട് ദ പവർ ഓഫ് ട്രംപ്, ഇറ്റ് ഇസ് ദ പവർ ഓഫ് അമേരിക്കൻ ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപാരമായ ശക്തിയാണ്. അവിടെ ഡൊണാൾഡ് ട്രംപിനെ തിരുത്താൻ കഴിയുന്നത് മറ്റാർക്കുമല്ല, അമേരിക്കൻ ജനതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീ സഞ്ജീവ് ആന്റണി പറഞ്ഞ അമേരിക്കയിലെ നിരന്തരം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു സൂചനയാണെങ്കിൽ ബെല്ലും ബ്രേക്കുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ പോക്ക്, വെസ്റ്റ് ഏഷ്യയിൽ ഉൾപ്പെടെയുള്ള പോക്ക് തടയാൻ ആഭ്യന്തര ജനാധിപത്യത്തിന് ഒരു പരിധി വരെ കഴിയും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഈ നവംബർ വരെ ഈ ഒരു സിറ്റുവേഷൻ സാധ്യത. ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ആ ഒരു മുൻകരുതൽ എടുക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നമ്മുടെ യൂട്യൂബിന് താഴെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ കേരളത്തിൽ മറ്റ് വിഷയങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലോകത്തെവിടെയും ഒരു യുദ്ധമുണ്ടായാൽ, പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ഇവിടെ നമുക്ക് സമാധാനമായിരിക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് നമ്മളെയും ബാധിക്കും. തീർച്ചയായും ട്രംപ് വന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഈ സ്വർണ്ണവില വർധനവ് പോലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അങ്ങനെ പലതരത്തിലും നമ്മളെ ബാധിക്കുന്ന വിഷയമായി അത് മാറും. അതൊരു പ്രാധാന്യമില്ലാത്ത വിഷയമോ എവിടെയെങ്കിലും നടക്കുന്ന ഒരു വിഷയമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും.
പറഞ്ഞോളൂ. ട്രംപിനെ തെരഞ്ഞെടുക്കാനായിട്ട് അമേരിക്കക്കാരെക്കാളും കൂടുതൽ ഉത്സാഹിച്ചിരുന്ന ഇന്ത്യക്കാരെന്നോട് ഞാൻ പറഞ്ഞു ചേർക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം ഇറാൻ അമേരിക്ക യുദ്ധം ആസന്നമോ എന്നാണ്. അതേ എന്ന് കരുതുന്നു 60% പേർ, അല്ല എന്ന് പറയുന്നത് 35% പേർ മാത്രം. നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് 5% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.